വിഭവമായ ചോക്ലേറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് കണ്ടിട്ട് തന്നെ മനസ്സിലായി കാണും, ചോക്ലേറ്റ് പുഡിംഗ് ആണിത്. അപ്പം അടിപൊളി ടേസ്റ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ അനത്തുന്ന സോസ് പാന്. അതിലേക്ക് 1 ലിറ്റർ പാല് ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ 1 ലിറ്റർ പാല് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ 1 കപ്പ് പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 250 ml ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഫ്രഷ് ക്രീം അങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം 5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറോ അല്ലെങ്കിൽ അല്ലാത്തതോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് 5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യണം. കോൺഫ്ലോറും പിന്നെ 1/2 കപ്പ് പഞ്ചസാര, ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പം ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചൊന്നുമല്ല എടുത്തിരിക്കുന്നത്, ഫുള്ളായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് പാലിൽ അലിഞ്ഞ് ചേരുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടത് മിക്സായി കിട്ടും. ഇപ്പം ഞാനിത് സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല, നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രമേ സ്റ്റൗവിലോട്ട് വെക്കാൻ പാടുള്ളൂ. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, നമുക്കിത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ വെക്കുമ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. കൈ എടുക്കാനേ പാടില്ല. അപ്പം നമുക്ക് നന്നായിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആവശ്യമായിട്ടുണ്ട്. 1/4 കപ്പ് അല്ലെങ്കിൽ 40 ഗ്രാമാണിത്. 40 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ, ഇത്രയും മതി. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഓവർ മധുരമായി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് കറക്റ്റാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂണ് നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ടൊന്ന് കട്ടിയായി ഒരു തിക്കായിട്ട് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മളിനിയും തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ അവിടെ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ആറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ 2 ബൗളും ഒരു പുഡിംഗ് ട്രേയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് അത്രയും എടുത്തിരിക്കുന്നത്. നിങ്ങൾ 1 കപ്പൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബൗളിലേക്ക് ഒഴിക്കാനുള്ളതേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ചൂടോടുകൂടി നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ ഇത് വെക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാവുള്ളൂ. ബാക്കി ഞാൻ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു വെക്കുകയാണ്. നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. ഒരു 1 മണിക്കൂറോളം നമ്മളിത് വെക്കണം. അത്രയും വെച്ചതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് തണുത്ത്, സത്യം പറഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെ തന്നെ ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് വിതറി കൊടുക്കണേ. അന്നേരമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കെല്ലാം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.